Okay, start ചെയ്യാം. D'Alembert's principle and Lagrangian equation of motion. D'Alembert's principle എന്താ പറയുന്നത് അറിയോ? ടോട്ടൽ ഫോഴ്സ് D'Alembert's principle എന്ന് പറഞ്ഞാലേ ഈ ന്യൂട്ടൺസ് ലോയുടെ അനദർ ഫോം ആണ്. By Newton's law, F external equal to m എന്ന് എഴുതാലോ, mass time acceleration. Then ഈ m നെ അപ്പുറം കൊണ്ടുവന്നാൽ F external minus ma which is equal to 0. ഇതിനെ ഇനേർഷ്യൽ ഫോഴ്സ് എന്ന് വിളിക്കും. ഇനേർഷ്യൽ ഫോഴ്സ്. അതായത് ഒരു സിസ്റ്റം അവിടെ അതിലൊരു പാർട്ടിക്കിൾ, ഒരു സിസ്റ്റം അതിലൊരു പാർട്ടിക്കിൾ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ദെൻ നമ്മൾ അവിടെ ഒരു ഇനേർഷ്യൽ ഫോഴ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് കൊണ്ടുവരികയാണ്. ആ ഇനേർഷ്യൽ ഫോഴ്സ് ഇതിനെ ഒപ്പോസ് ചെയ്യും. ദിസ് ഇനേർഷ്യൽ ഫോഴ്സ്. Then work done which is equal to summation over I Fi dot delta Ri minus summation over I ഈ m നെ Pi dot delta m നെ Pi dot എന്ന് എഴുതാം. Pi dot delta Ri equal to 0 where delta Ri is the virtual work. D'Alembert's പ്രിൻസിപ്പിൾ ന്യൂട്ടൺ സെക്കൻഡ് ലോയുടെ മറ്റൊരു ഫോമാണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചാല് ഒരു ഒരു ഡൈനാമിക് സിസ്റ്റത്തിനെ നമുക്ക് സ്റ്റാറ്റിക് സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യാം. അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഒരു 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 ബോഡിയിൽ ഒരു പാർട്ടിക്കിളില് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിന് എന്തായാലും ആക്സിലറേഷൻ ഉണ്ടാവുമല്ലോ. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. എഫ് എക്സ്റ്റേണൽ ഈക്വൽ ടു എം എ. ഈ എം എനെ നമ്മള് ഒരു ഇനേർഷ്യൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞ കൺസെപ്റ്റ് എടുക്കുന്നു, അതിനെ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്നു. സോ ടോട്ടൽ 0 ആയി പോകും. അതിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് വർക്ക് ഡണ്ണിൽ എഴുതുവാണെങ്കിൽ സമ്മേഷൻ ഓവർ ഐ Fi ഡോട്ട് ഡെൽറ്റ ആർ ഐ മൈനസ് സമ്മേഷൻ ഓവർ ഐ Pi ഡോട്ട് ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു 0. If
നമ്മൾ ഓൾറെഡി കൺസ്ട്രെയിൻസ് പഠിച്ചു. ഈ ബോഡിയിൽ ഈ എഫ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാല് ആക്ച്വൽ ഫോഴ്സും ഉണ്ടാവും, കൺസ്ട്രെയിൻഡ് ഫോഴ്സും ഉണ്ടാവും. നമ്മൾ കൺസ്ട്രെയിൻസ് എന്താന്ന് പഠിച്ചു, ഒരു ബോഡിയിൽ കൊടുക്കുന്ന കണ്ടീഷൻസ് ആണ്. ഈ കൺസ്ട്രെയിൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാല് ഈ കണ്ടീഷൻസ് ഈ ബോഡീനെ ഒരു പർട്ടിക്കുലർ ഇതില് ലിമിറ്റ് ചെയ്യൂലോ, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനില്. അതായത് പർട്ടിക്കുലർ ഡയറക്ഷനിൽ ലിമിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ വേറൊരു ഫോഴ്സ് ഉണ്ടാവണം, അതിനെ ലിമിറ്റ് ചെയ്യാൻ ഒരു ഫോഴ്സ് ഉണ്ടാവണം. ആ ഫോഴ്സ് ആണ് കൺസ്ട്രെയിൻഡ് ഫോഴ്സ്. Then F external equal to ഒരു മിനിറ്റ് എഴുതല്ലേ, അതിന് മുമ്പ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് എഴുതണം. അഡ്വാൻറ്റേജ് ഓഫ് D'Albert's principle. Advantage of D'Albert's principle. We can convert the dynamical problem. The dynamic problem can convert the dynamic problem to static problem. We can convert the dynamic problem to static problem by defining an inertial force. By defining an inertial force. ഇതാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ആ ന്യൂട്ടൺസ് സെക്കൻഡ് ലോയില് എഫ് എക്സ്റ്റേണൽ ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞ ഇക്വേഷൻ, അതിൽ എം എനെ നമ്മൾ ഇനേർഷ്യൽ ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ അത് വെച്ച് സമ്മേഷൻ ഓവർ ഐ എഫ് ഐ ഡോട്ട് സമ്മേഷൻ ഓവർ ഐ പി ഐ ഡോട്ട് വിച്ച് ഈസ് ഈക്വൽ ടു 0. അതിന് നമ്മൾ വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സമ്മേഷൻ ഓവർ ഐ എഫ് ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ മൈനസ് സമ്മേഷൻ ഓവർ ഐ പി ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു 0. അതാണ് D'Albert's പ്രിൻസിപ്പിൾ. ഈ ഓക്കെ, then F external which is equal to F actual plus F constraints. Then നമ്മുടെ ഇക്വേഷൻ സമ്മേഷൻ ഓവർ ഐ എഫ് ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ മൈനസ് സമ്മേഷൻ ഓവർ ഐ പി ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു 0. ഇതിനെ എഫ് ഐനെ നമുക്ക് എഫ് ആക്ച്വലും എഫ് കൺസ്ട്രെയിൻസും ആക്കി കൺവേർട്ട് ചെയ്യാം. സമ്മേഷൻ ഓവർ ഐ എഫ് ആക്ച്വൽ ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ പ്ലസ് സമ്മേഷൻ ഓവർ ഐ എഫ് കൺസ്ട്രെയിൻ ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ മൈനസ് സമ്മേഷൻ ഓവർ ഐ പി ഐ ഡോട്ട് ഡെൽറ്റ ആർ ഐ ഈക്വൽ ടു 0. By principle of virtual work, the work done by constrained force is 0. Then ഈ second time 0 ആയി പോകും. ഇത് work done by actual work done by actual force
ഇത് വർക്ക് ഡൺ ബൈ കൺസ്ട്രെയിൻഡ് ഫോഴ്സ്. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്ത ഇനർഷ്യൽ ഫോഴ്സ്. Then by principle of virtual work done by constrained force equal to 0. By principle of virtual work done by constrained force. Work done by constrained force is 0. Then summation over I Fi constraint dot delta Ri equal to 0. Therefore നമുക്ക് എന്ത് കിട്ടും? Summation over I Fia dot delta Ri minus summation over I Pi dot delta Ri which is equal to 0. നമുക്കിതിനെ Pi ഡോട്ടിനെ which is equal to Mi into Vi dot എന്ന് എഴുതാം. ഈ ഡോട്ട് ഇട്ടേക്കുന്ന ടൈം ഡെറിവേറ്റീവ് ആണെന്നുള്ളതാണ്. സോ Pi dot equal to Mi into Vi dot എന്ന് എഴുതാം. Therefore summation over I Fi A dot delta Ri which is equal to summation over I Mi Vi dot delta Ri. ഇതാണ് D'Alembert's principle. D'Alembert's principle. ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന Fi ഡോട്ട് ഡെൽറ്റ Ri എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിളിൽ ആക്ട് ചെയ്യുന്ന ആക്ച്വൽ ഫോഴ്സും അപ്പുറം കാണുന്നത് ഇനർഷ്യൽ ഫോഴ്സും ആണ്. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഇനർഷ്യൽ ഫോഴ്സ്. സമ്മേഷൻ ഓവർ I Fi A dot delta Ri equal to summation over I Mi Vi dot delta Ri. Then differentiating with respect to Qi. നമുക്ക് ഇതിൽ നിന്ന് ഇനി ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. Differentiating above equation with respect to Qi, Qj. Then summation over I Fi dot delta Ri by delta Qj equal to summation over I Mi Vi dot delta Ri by delta Qj. ഈ ടേമിനെ പറയുന്ന പേരാണ് ജനറലൈസ്ഡ് ഫോഴ്സ്. Generalized force. Generalized force. Then generalized force Qj.
Qj, which is equal to summation over I Fi dot dou Ri, delta Ri by delta Qj നെ dou Ri by dou Qj എന്ന് എഴുതാം. ഇതാണ് ജനറലൈസ്ഡ് ഫോഴ്സ്. ഇതിലിടുക. ഒരു ഒരു ബോക്സിൽ ഇട്ടോ. Qj ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ Fi ഡോട്ട് ഡെൽറ്റ Ri ബൈ ഡെൽറ്റ Qj. ഇനി ഈ പാർട്ട് എടുക്കണം. സമ്മേഷൻ ഓവർ ഐ Mi Vi ഡോട്ട് ഡോ Ri by dou Qj, which is equal to d by dt of dou t by dou q dot j minus dou t by dou qj. Or നമുക്കിതിനെ പ്രൂവ് ചെയ്യാം. ഇതിനെ d by dt of dou v by dou q dot j minus dou v by dou qj എന്ന് എഴുതാം. ഇത് പ്രൂവ് ചെയ്യാം. ഓക്കെ, dou t by dou qj, which is equal to dou by dou qj of t എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ആണല്ലോ, ഹാഫ് m vi സ്ക്വയർ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഹാഫ് എം കോൺസ്റ്റന്റ് ആണ്, 2 vi into dou v by dou vi by dou qj. Question 1. Dou t by dou q dot j, which is equal to dou by dou q dot j of half m vi square. Half m vi square. That is equal to half m into 2 vi into dou vi by dou q dot j. ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഡോ വി ഐനെ ഡോ ആർ ബൈ ഡോ ടി എന്ന് എഴുതാലോ, ഡോ ക്യൂ ഡോട്ട് ജെനെ ഡോ ക്യൂ ബൈ ഡോ ടി എന്ന് എഴുതാം. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ഡോ ടിയും കട്ട് ചെയ്തു പോകും. ദെൻ ഇതിനെ നമുക്ക് ഡോ ആർ ബൈ ഡോ ക്യൂ എന്ന് എഴുതാം. അല്ല, ഒരു മിനിറ്റ്. വി ഐനെയാണ് ഡോ ആർ ഐ ബൈ ഡോ ടി എന്ന് എഴുതുക, ക്യൂ ഡോട്ട് ജെനെയാണ് ഡോ ക്യൂ ബൈ അല്ല, ഓക്കെ, നമുക്കിതിനെ ഡോ ആർ ബൈ ഡോ ക്യൂ എന്ന് എഴുതാം. ഓക്കെ, then d by dt of dou t by dou q dot j ne, which is equal to d by dt of ഈ 2 കട്ട് ചെയ്ത് കളഞ്ഞാല് m vi into dou r by dou q എന്ന് എഴുതാം. ഇതിനെ dt വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ vi യും ഈ രണ്ട് ടേമിനെയും പ്രൊഡക്റ്റ് റൂൾ ചെയ്യണം, which is equal to m into vi dot dou r by dou q plus m vi into d by dt of dou r by dou q. ഈ dt നെ ഡെൽറ്റ ക്യൂനെ ഇന്റർചേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് m vi dot dou r by dou q plus
എം വി ഐ ഇൻറ്റു ഡോ ബൈ ഡോ ക്യൂ. ഡി ബൈ ഡി ടി അകത്തേക്ക് എടുത്താൽ ആർ ഡോട്ട് കിട്ടും. ആർ ഡോട്ട് എന്ന് പറഞ്ഞാൽ വി ആണല്ലോ. ഡി ബൈ ഡി ടി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ആർ ഡോട്ട്. ആർ ഡോട്ട് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലേ. ദാറ്റ് ഈസ് ഡോ വി ബൈ ഡോ ക്യൂ എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ കുറയ്ക്കണം. ഇത് ഇക്വേഷൻ 2. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 ചെയ്യുമ്പോൾ ഈ ടേമും കൂടെ ക്യാൻസൽ ആയി പോകും. ഇക്വേഷൻ 2 മൈനസ് 1 വിച്ച് ഗീവ്സ് ഈ ടേം എം വി ഐ ഡോ വി ബൈ ഡോ ക്യൂ ഇവിടെ ഉണ്ട് എം വി ഐ ഡോ വി ഐ ബൈ ഡോ ക്യൂ. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. അല്ല ഐ എന്ന് പറഞ്ഞാൽ അത്ര ഐ അത് ഇവിടെ ഐ വരും കേട്ടോ. ഇവിടെ ഐ ഇടേണ്ടി വരും. ഡോ വി ഐ ബൈ ഡോ ക്യൂ ജെ. സോ അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് കിട്ടും? എം ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യൂ ഡോട്ട് ജെ മൈനസ് ഡോ ടി ബൈ ഡോ ക്യൂ ജെ which is equal to summation over I mi vi dot dou ri by dou qj. ഇതാണ് ആൻസർ. അതായത് ഈ പാർട്ട് എന്നത് ഇതാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. സോ നമുക്ക് ജനറലൈസ്ഡ് ഫോഴ്സിന് മറ്റൊരു ഇക്വേഷൻ കൂടി എഴുതാം. qj equal to d by dt of dou t by dou q dot j minus dou t by dou qj. അതും ബോക്സിൽ എഴുതുക. In terms of potential energy, in terms of potential energy, നമുക്ക് ജനറലൈസ്ഡ് ഫോഴ്സ് qj നെ d by dt of dou v by dou q dot j minus dou v by dou qj എന്ന് എഴുതാം. ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇക്വേഷൻ ഓർത്തിരിക്കാൻ പാടൊന്നുമില്ലല്ലോ. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. അല്ല, ആ ഫോമിലാണ്. അവിടെ എല്ലിന് വരെ ടി അല്ലെങ്കിൽ വി വരും. അതാണ് ജനറലൈസ്ഡ് ഫോഴ്സ്. ഇത് രണ്ടും ജനറലൈസ്ഡ് ഫോഴ്സ് ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ടു എഴുതാം. ഇത് രണ്ടും ജനറലൈസ്ഡ് ഫോഴ്സ് ആണല്ലോ. ഡി ബൈ ഡി ടി ഓഫ് ഡോ ടി ബൈ ഡോ ക്യൂ ഡോട്ട് ജെ മൈനസ് ഡോ ടി ബൈ ഡോ ക്യൂ ജെ വിച്ച് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഡോ വി ബൈ ഡോ ക്യൂ ഡോട്ട് ജെ മൈനസ് ഡോ വി ബൈ ഡോ ക്യൂ ജെ. ഇതിനപ്പുറം കൊണ്ടുപോയാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡി ബൈ ഡി ടി ഓഫ് ഡോ ബൈ ഡോ ക്യൂ ഡോട്ട് ജെ ഓഫ് ടി മൈനസ് ബി മൈനസ് ഡോ ബൈ ഡോ ക്യൂ ജെ ഓഫ് ടി മൈനസ് ബി വിച്ച് ഈസ് ഈക്വൽ ടു 0. ടി മൈനസ് ബിനെയാണ് എൽ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഡി ബൈ ഡി ടി ഓഫ് ഡോ ബൈ ഡോ ക്യൂ ഡോട്ട് ജെ എൽ മൈനസ് ഡോ ബൈ ഡോ qj of L equal to 0. Hence Lagrangian equation of motion. Okay.
ഇത് ബോക്സിൽ ഇട്ടോ, d by dt of dou L by dou Q dot J minus dou L by dou Qj equal to 0. Where L equal to T minus V. ഇനി ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം കേട്ടോ. ജനറലൈസ്ഡ് ഫോഴ്സിന്റെ ഇക്വേഷൻ Qj d by dt of dou T by dou Q dot J minus dou T by dou Qj, അല്ലെങ്കിൽ d by dt of dou V by dou Q dot J minus dou V by dou Qj. അതും പിന്നെ ആ ജനറലൈസ്ഡ് ഫോഴ്സിന് ആദ്യം കണ്ട ഇക്വേഷനും Qj equal to summation over I Fi dot dou Ri by dou Qj. അതൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ചോദിക്കാവുന്ന ചോദ്യമാണ്. ഓക്കെ, അടുത്തത് how to construct Lagrangian L which is equal to T minus V. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി കണ്ടെത്തലാണ്. കൈനറ്റിക് എനർജി അത് ഇന്നലെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. കൈനറ്റിക് എനർജി T എങ്ങനെ ചെയ്യാം? ഫിക്സ് ദ ഒറിജിൻ. അതിന്റെ സ്റ്റെപ്പ് ഒന്ന് എഴുതി വെക്കാം. ഫിക്സ് ദ ഒറിജിൻ 0 0. സെക്കൻഡ്, റൈറ്റ് കോർഡിനേറ്റ്സ് of each mass in motion. Coordinates of each mass in motion. 3, velocity. Find velocity. കോർഡിനേറ്റ്സ് കിട്ടിയാൽ x1 x2 ആണെങ്കിൽ കറസ്പോണ്ടിങ് വെലോസിറ്റി എന്ന് പറയുന്നത് x1 ഡോട്ടും x2 ഡോട്ടും ആയിരിക്കും. അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ടൈം. Then finally kinetic energy equal to half m x1 dot square plus half m x2 dot square. Then സെക്കൻഡ് നമുക്ക് വേണ്ടത് പൊട്ടൻഷ്യൽ എനർജി ആണ്. പൊട്ടൻഷ്യൽ എനർജി ജനറലി നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. അല്ലെങ്കിൽ നമുക്ക് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എടുക്കണം. അങ്ങനത്തെ പൊട്ടൻഷ്യൽ എനർജി എടുക്കാം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി, സം പൊട്ടൻഷ്യൽ എനർജീസ് എഴുതരാം. ഒന്ന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അത് നിങ്ങൾക്ക് അറിയാം, mgh ആണ്. mg ഇൻറ്റു എക്സ് സെന്റർ ഓഫ് മാസ്, അങ്ങനെ എഴുതിക്കോ, അല്ലെങ്കിൽ mgh. അത് എടുക്കുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. സിമ്പിൾ പെൻഡുലത്തിന് ഇന്നലെ ചെയ്തതാണ്. അല്ല അത് എടുത്തില്ല. ഓക്കെ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു mg ഇൻറ്റു എക്സ് സെന്റർ ഓഫ് മാസ്. സെക്കൻഡ്, എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. Which is equal to V equal to half kx square. Elastic potential energy figure വെച്ച് വെച്ചേക്കുക. Spring constant K. V equal to half kx square. Third case, electric potential energy. V equal to Q phi.
where Q is the charge, phi is the potential. Fourth case, magnetic potential energy. V equal to minus Q into A dot V. Q എന്ന് പറഞ്ഞ ചാർജ്, A എന്ന് പറഞ്ഞാൽ വെക്ടർ പൊട്ടൻഷ്യൽ, V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. Then അഞ്ചാമത്തെ ജനറൽ കേസ്, നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അവിടെ ഫോഴ്സ് ആണ് തരുന്നതെങ്കിൽ, if force is given, potential energy equal to V equal to minus integral F dot dr. ഇതാണ് ഫോഴ്സിൽ നിന്ന് പൊട്ടൻഷ്യൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ. മിക്കവാറും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പൊട്ടൻഷ്യൽ എനർജി തരും, അല്ലെങ്കിൽ കുറച്ച് പൊട്ടൻഷ്യൽസ് ആണ് ഞാൻ പറഞ്ഞത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, mgh, നമ്മൾ mg സെന്റർ ഓഫ് മാസ് എഴുതി. പിന്നെ എലാസ്റ്റിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഹാഫ് കെ എക്സ് സ്ക്വയർ, ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ V equal to q phi, where phi is the scalar potential. Magnetic potential energy V equal to minus Q into A dot V. അവിടെ A എന്ന് പറയുന്നത് വെക്ടർ പൊട്ടൻഷ്യൽ ആണ്, V എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. പിന്നെ ഫോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ V equal to minus integral F dot dr ചെയ്യാം. Then Lagrangian equation of motion. Lagrangian equation of motion. D by dt of dou L by dou Q dot J minus dou L by dou Qj equal to 0. ഈ Q എന്ന് പറയുന്നത് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് കാർട്ടീഷ്യൻ സിസ്റ്റം ആണെങ്കിൽ എക്സ് വൈ ഇസഡ്, പ്ലെയിൻ പോളാർ ആണെങ്കിൽ, സ്പെരിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ ആർ തീറ്റ ഫൈ, അങ്ങനെ വേരി ചെയ്യും. First question, consider the Lagrangian. L equal to half m into r dot square cosec square phi plus r square theta dot square minus mg r cot phi. Find Lagrangian equation of motion. Find Lagrangian equation of motion in R. വെറുതെ അവിടെ ക്യൂന് പകരം ആറ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ചെയ്തോ.
എങ്ങനെ ചെയ്യുക? ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട് കണ്ടുപിടിക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഡോട്ട് കൊസീക് സ്ക്വയർ ഫൈ പ്ലസ് അത്രേ ഉള്ളൂ. ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഡി ബൈ ഡി ടി ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ ആർ ഡോട്ട് അത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. അതില് ആർ ഡോട്ടിന്റെ ടേംസ് മാത്രമേ ഡിഫറൻഷിയേറ്റ് ചെയ്യാവുള്ളൂ. അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈം മാത്രം ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തത്. സെക്കൻഡ് ടൈമിൽ ആർ ഡോട്ട് ഇല്ല, തേർഡ് ടൈമിൽ ആർ ഡോട്ട് ഇല്ല. അത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡി ബൈ ഡി ടി ചെയ്യുമ്പോൾ ടോട്ടൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ടോട്ടൽ ഡിഫറൻസിയേഷൻ ആണ്. അപ്പം വേരിയബിൾ ഏതൊക്കെയുണ്ടോ അതിനെ മുഴുവൻ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നമ്മൾ ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട് അല്ലേ ചെയ്യുക. ഇതിന്റെ ടൈം ഡെറിവേറ്റീവ് ഇവിടെ വേരിയബിൾ ആയിട്ട് ആർ ഡോട്ടും ഉണ്ട്, ഫൈയും ഉണ്ട്. സോ പ്രൊഡക്റ്റ് റൂൾ ചെയ്യണം. ഡി ബൈ ഡി ടി ഓഫ് എം ആർ ഡോട്ട് കൊസീക് സ്ക്വയർ ഫൈ എം കോൺസ്റ്റന്റ് ആണ്, ആർ ഡബിൾ ഡോട്ട് കൊസീക് സ്ക്വയർ ഫൈ പ്ലസ് എം ആർ ഡോട്ട് 2 cosec square 2 cosec phi into phi dot 2 cosec phi into phi dot. ഇതാണ് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട്. ഈ കാര്യം ശ്രദ്ധിക്കട്ടോ. ആദ്യം പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, അപ്പൊ ആർ ഡോട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ആർ ഡോട്ട് ഉള്ള ടേംസ് മാത്രമേ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തത് ടൈം വെച്ച് ഡിറൈവ് ചെയ്യുന്നത് ടോട്ടൽ ഡിഫറൻസിയേഷൻ ആണ്. അപ്പം അവിടെ ഏതൊക്കെ വേരിയബിൾ ഉണ്ടോ അതിനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അങ്ങനെ നമുക്കിത് പ്രൊഡക്റ്റ് റൂൾ ചെയ്യണം. ദെൻ ഡോ എൽ ബൈ ഡോ ആർ എന്ത് കിട്ടും? ഡോ എൽ ബൈ ഡോ ആർ എന്ത് കിട്ടും? ഫസ്റ്റ് ടൈമില് ആർ ഇല്ല, സെക്കൻഡ് ടൈമിൽ ആർ ഉണ്ട്, അത് എം ആർ തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് കിട്ടും. തേർഡ് ടൈമിൽ ആർ ഉണ്ട്, മൈനസ് എം ജി കോട്ട് 5 എന്ന് കിട്ടും. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. അതായത് ഇതിന്റെ ഡിഫറൻഷിയേഷൻ ഇതല്ലല്ലോ, എം ആർ ഡോട്ട് 2 cosec phi, cosec phi ന്റെ ഡിഫറൻഷിയേഷൻ sec phi അല്ലേ? അല്ല, ഡി ബൈ ഡി ടി ഓഫ് കൊസിക് തീറ്റ. ഡി ബൈ ഡി ടി ഓഫ് കൊസിക് തീറ്റ എന്ന് പറയുന്നത് മൈനസ് കൊസിക് തീറ്റ കോട്ട് തീറ്റ ആണ്. ഞാൻ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡി ബൈ ഡി ടി ഇതിനെ പ്രൊഡക്റ്റ് റൂൾ ചെയ്യണം. ഫസ്റ്റ് എം പുറത്തെടുത്തു, ആർ ഡബിൾ ഡോട്ട് ഇൻറ്റു കൊസീക് സ്ക്വയർ ഫൈ പ്ലസ് എം ഇൻറ്റു ആർ ഡോട്ട് ഇൻറ്റു 2 cosec phi ഇൻറ്റു കൊസീക് ഫൈയുടെ ഡിഫറൻസിയേഷൻ മൈനസ് കൊസീക് ഫൈ കോട്ട് ഫൈ ഇൻറ്റു ഫൈയുടെ ഡിഫറൻസിയേഷൻ ഫൈ ഡോട്ട്. ഇങ്ങനെയാണല്ലോ. ഡി ബൈ ഡി ടി ഓഫ് സീക് സ്ക്വയർ തീറ്റ എന്താ? 2 സീക് തീറ്റ ഇൻറ്റു സീക് തീറ്റയുടെ ഡിഫറൻസിയേഷൻ ടാൻ തീറ്റ സീക് തീറ്റ ഇൻറ്റു ആ തീറ്റയുടെ ഡിഫറൻസിയേഷൻ തീറ്റ ഡോട്ട്. അതേപോലെ ഡി ബൈ ഡി ടി ഓഫ് കൊസീക് സ്ക്വയർ ഫൈ 2 cosec phi ഇൻറ്റു കൊസീക് ഫൈയുടെ ഡിഫറൻസിയേഷൻ മൈനസ് കൊസീക് ഫൈ കോട്ട് ഫൈ ഇൻറ്റു ഫൈ ഡോട്ട്. ഓക്കെ, ദെൻ ഡോ എൽ ബൈ ഡോ ആർ എന്ത് കിട്ടും?
ഡോ എൽ ബൈ ഡോ ആർ. അത് ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. എം ആർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് എം ജി 45 ഈക്വൽ ടു എം ആർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് എം ജി 45. Then Lagrangian equation of motion is given by Lagrangian equation of motion is given by d by dt of dou L by dou r dot minus dou L by dou r, which is equal to 0. ഇത് രണ്ടും കൂടെ എഴുതുമ്പോൾ എം ആർ ഡബിൾ ഡോട്ട് cosec സ്ക്വയർ 5 മൈനസ് ഇവിടെ 2 ഉണ്ടാവില്ല, 2 ഉണ്ടാവും, മൈനസ് 2 ഇൻറ്റു എം ആർ ഡോട്ട് cosec സ്ക്വയർ 5 cot 5 into 5 dot minus mr theta dot square plus mg cot 5, which is equal to 0. ഇതാണ് Lagrangian equation of motion. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഡിഫറൻസിയേഷൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ അവിടെ തെറ്റിച്ചത്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ d by dt of cosec square 5 2 cosec 5 into cosec 5 യുടെ ഡിഫറൻസിയേഷൻ minus cosec 5 cot 5 into 5 dot. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. L is given by L equal to m square x dot power 4 divided by 12 plus m x dot square v of x minus v square of x. ഇതാണ് ക്വസ്റ്റ്യൻ. ഡോ എൽ ബൈ ഡോ എക്സ് ഡോട്ട് എന്ത് കിട്ടും? എം സ്ക്വയർ ഇൻറ്റു 4x dot cube divided by 12 plus m into 2x dot v of x. 4 12 മീറ്ററാണ് 3 കിട്ടും. Then d by dt of dou L by dou x dot എന്ത് കിട്ടും? Which is equal to m square by 3. x dot cube നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3x dot square into x double dot എന്ന് കിട്ടും. പ്ലസ് ഇതെങ്ങനെയാ വന്നതെന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? d by dt of x dot square x dot cube, ഇതിന്റെ ഡിഫറൻഷിയേഷൻ 3x dot square ഇൻറ്റു നമ്മളിവിടെ x dot വെച്ചല്ല ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, t വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് d by dt of x dot കൂടി ചെയ്യണം. ദാറ്റ് ഈസ് 3x dot square into x double dot. നമ്മൾ സാധാരണ d by dx of x cube ചെയ്യുമ്പോഴാണ് 3x square എന്ന് മാത്രം എഴുതാം. 3x square into dx by dx എന്നും കൂടിയുണ്ട്. ആക്ച്വലി dx by dx 1 ആയി പോകും. അങ്ങനെയാണ് 3x square എന്ന് മാത്രം എഴുതുക. അതിവിടെ x ക്യൂബിനെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ നമ്മൾ x ഡോട്ട് ക്യൂബിനെ t വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് dx ഡോട്ട് ബൈ dt എന്ന് എഴുതുക. അങ്ങനെയാണ് ഈ ടേം വരുന്നത്. ഓക്കെ, പ്ലസ് പ്ലസ് ഇതിനെ പ്രൊഡക്റ്റ് റൂൾ ചെയ്യണം. 2m ഇൻറ്റു x ഡബിൾ ഡോട്ട് v of x
plus 2m into x dot into v dash of x. Then dou L by dou x ചെയ്താൽ ഫസ്റ്റ് ടേമിൽ എക്സിന്റെ ടേംസ് ഇല്ല, സെക്കൻഡ് ടേമിൽ വി ഓഫ് എക്സ് ഉണ്ട്, അത് എക്സിന്റെ ടേം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യണം, കാരണം നമുക്ക് എന്താണെന്ന് അറിയില്ല. സോ ഡോ എൽ ബൈ ഡോ എക്സ് ഈക്വൽ ടു എം എക്സ് ഡോട്ട് സ്ക്വയർ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് മൈനസ് ഈ ടേമിലും എക്സിന്റെ ടേം ഉണ്ട്, ടു വി ഓഫ് എക്സ് ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. ഹെൻസ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഈസ് Lagrangian equation of motion is E3 കട്ട് ചെയ്ത് കളയാം, എം സ്ക്വയർ എക്സ് ഡോട്ട് സ്ക്വയർ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് 2m എക്സ് ഡബിൾ ഡോട്ട് വി ഓഫ് എക്സ് പ്ലസ് 2m എക്സ് ഡോട്ട് വി ഡാഷ് ഓഫ് എക്സ് മൈനസ് എം എക്സ് ഡോട്ട് സ്ക്വയർ ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് 2v ഡോ വി ബൈ ഡോ എക്സ്. ഇതാണ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ. കൺസിഡർ ദ സിമ്പിൾ പെൻഡുലം. Consider the simple pendulum. For very small angle theta, for small angle theta, write Lagrangian equation of motion and find frequency of oscillation Okay. തന്നെ ചെയ്യണം. ഇതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഇവരിവിടെ സ്മോൾ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് ക്വസ്റ്റ്യന്റെ ഏറ്റവും അവസാനം, പ്രോബ്ലത്തിന്റെ ഏറ്റവും അവസാനം സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ എന്ന് കിട്ടും. സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ഫോർ സ്മോൾ ആംഗിൾ and cos theta is approximately equal to 1 minus theta square by 2 for small angle. ഈ അപ്രോക്സിമേഷൻ എടുക്കാം, അതിനുവേണ്ടിയാണ് അവരവിടെ സ്മോൾ ആംഗിൾ തീറ്റ എന്ന് തന്നിരിക്കുന്നത്. ഓർക്കുക, സൈൻ തീറ്റ ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ, കോസ് തീറ്റ ഈക്വൽ ടു 1 മൈനസ് തീറ്റ സ്ക്വയർ ബൈ 2. ഇനി ഹൗ ടു ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാല്, ഹാർമോണിക് ഓസിലേറ്ററിന്റെ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ജനറൽ ഇക്വേഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അത് കഴിയുമ്പോൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഫോർ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് d square y by dx square plus omega square x equal to 0. നിങ്ങൾക്ക് ചിലപ്പോൾ അത് d square theta by dt square എന്നൊക്കെ ആയിരിക്കും വരിക. ഇത് ജനറൽ ഇക്വേഷൻ ആണ്, d square y by dx square plus omega square x. ഇതിൽ ഒമേഗയുടെ സ്ഥാനത്ത് വരുന്ന എന്താണോ അതാണ് ഫ്രീക്വൻസി. ഓക്കെ,
ഇത് രണ്ടുമാണ് ആ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് അപ്രോക്സിമേഷൻ ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ ആവശ്യം വരും. ഓക്കെ, എന്നാ തന്നെ ലഗ്രാഞ്ച് എഴുതുക. ലഗ്രാഞ്ച് ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ അറിയണം. ലഗ്രാഞ്ച് L ഈക്വൽ ടു ടി മൈനസ് വി ആണ്. ടി കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, ടി ഈക്വൽ ടു ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ ആണ്. ഇതിൽ എക്സ് എടുക്കുക, വൈ എടുക്കുക, ദെൻ എക്സ് ഡോട്ട് വൈ ഡോട്ട് എടുക്കുക, സ്ക്വയർ എടുക്കുക, എഴുതുക, അത്രേ ഉള്ളൂ. വി എന്നത് ഇവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ എഴുതാം? അതായത് ഈ പൊസിഷന്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പ്യുവർലി നമ്മൾ എവിടെ റെഫറൻസ് വെക്കുന്നോ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. നമുക്ക് എവിടെ വേണമെങ്കിലും റെഫറൻസ് പോയിന്റ് വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, എവിടെ നിന്നും വെക്കാം. പക്ഷെ നമുക്ക് സോൾവ് ചെയ്യണമല്ലോ, ഇവിടെ വെക്കാം. അതായത് ഇവിടെ റെഫറൻസ് പോയിന്റ് ആക്കി വെക്കാം. അവിടെ റെഫറൻസ് പോയിന്റ് ആക്കി വെച്ചാൽ ദെൻ ഈ ദൂരം ഇതായിരിക്കും ആ ഹൈറ്റ്, അല്ലെങ്കിൽ ഇവിടെ ഡിപ്പാണ്, അതുകൊണ്ട് നമുക്ക് മൈനസ് എടുക്കേണ്ടി വരും. ഈ ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് L ആണെങ്കിൽ ഇത് L കോസ് തീറ്റ ആയിരിക്കും. ദെൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു മൈനസ് എം ജി എൽ കോസ് തീറ്റ ആയിരിക്കും. ഈ മൈനസ് വന്നത് റെഫറൻസ് പോയിന്റ് മുകളിലായതുകൊണ്ടാണ്. സോ മൈനസ് എം ജി എൽ കോസ് തീറ്റ എന്ന് എഴുതണം. ഈ എൽ കോസ് തീറ്റ ആണ് ഈ ദൂരം. ഇനി ഈ താഴത്തെ ഈ പോയിന്റ് ആണ് റെഫറൻസ് പോയിന്റ് എടുത്തതെന്ന് വിചാരിക്കുക. ഇഷ്ടമുള്ളത് എടുക്കാട്ടോ. ദെൻ ഈ ദൂരം ആയിരിക്കുമല്ലോ നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ദൂരം കണ്ടെത്തണം. ഇത് എൽ കോസ് തീറ്റ അല്ലേ, ഇത് ടോട്ടൽ എൽ അല്ലേ. സോ ഈ ദൂരം എന്തായിരിക്കും? ആ എച്ച് എന്ന് പറയുന്നത് എൽ മൈനസ് എൽ കോസ് തീറ്റ ആയിരിക്കും. ദെൻ റെഫറൻസ് പോയിന്റ് വി ഈക്വൽ ടു എം ജി എൽ മൈനസ് എൽ കോസ് തീറ്റ ആയിരിക്കും. ദാറ്റ് ഈസ് എം ജി എൽ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ആയിരിക്കും. ഈ രണ്ട് പോയിന്റ് എടുത്താലും ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ സെയിം ഉണ്ട്. അതായത് അവിടെ റെഫറൻസ് പോയിന്റ് നമ്മൾ ഏത് വെക്കുന്നു എന്നുള്ള വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല എന്നാണ് അതിന്റെ അർത്ഥം. അത്രേ ഉള്ളൂ. നമുക്കിവിടെ റൈറ്റ് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ തീറ്റ. ഇനി തന്നെ ചെയ്തൂടെ? ഇപ്പൊ ടി ഉണ്ട്, വി യു ആയിട്ടുണ്ട്. ഇനി ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാം, അതിൽ നിന്ന് ഫ്രീക്വൻസി കണ്ടെത്താം. സിമ്പിൾ പെൻഡുലം. ഇത് ഈക്വിലിബ്രിയം പൊസിഷൻ, മറ്റേ നമ്മളൊരു പർട്ടിക്കുലർ പൊസിഷൻ തീറ്റ, മറ്റേ പർട്ടിക്കുലർ ആംഗിൾ തീറ്റ പൊസിഷൻ. ഇത് എക്സ് എന്താ? എക്സും വൈയും. എക്സും വൈയും ആണ് ആദ്യം എഴുതേണ്ടത്. എക്സ് ഈക്വൽ ടു ഇത് L ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എൽ സൈൻ തീറ്റ, വൈ ഈക്വൽ ടു എൽ കോസ് തീറ്റ. ദെൻ എക്സ് ഡോട്ട് എന്ന് പറയുന്നത് എൽ കോസ് തീറ്റ തീറ്റ ഡോട്ട്, വൈ ഡോട്ട് എന്ന് പറയുന്നത് മൈനസ് എൽ സൈൻ തീറ്റ തീറ്റ ഡോട്ട്. ദെൻ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം എക്സ് ഡോട്ട് സ്ക്വയർ പ്ലസ് വൈ ഡോട്ട് സ്ക്വയർ is equal to half m into x dot square L square theta dot square cos square theta plus y dot square L square theta dot square sin square theta. cos square theta L square theta dot square പുറത്തെടുത്താൽ cos square theta plus sin square theta എന്ന് കിട്ടും, which is equal to 1. So half m L square theta dot square. ഇനി പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി റെഫറൻസ് പോയിന്റ് ഏത് വേണമെങ്കിൽ വെക്കാം. മുകളിലത്തെ പോയിന്റ് വെക്കാം, അല്ലെങ്കിൽ താഴത്തെ പോയിന്റ് വെക്കാം. ഞാൻ മുകളിലത്തെ പോയിന്റ് വെച്ചു. ദെൻ ഈ ദൂരം എന്ന് പറയുന്നത് എൽ കോസ് തീറ്റ ആണ്. റെഫറൻസ് പോയിന്റ് മുകളിലായതുകൊണ്ട് ഒരു മൈനസ് വരും, മൈനസ് എം ജി എൽ കോസ് തീറ്റ എന്ന് കിട്ടും.
then Lagrangian എന്ന് പറയുന്നത് L equal to T minus 2. That is half m L square theta dot square minus of minus plus mgl cos theta. ഇനി Lagrangian differential equation എഴുതണം in terms of theta. Then dou L by dou theta dot equal to ml square theta dot into d by dt of dou L by dou theta dot, which is equal to ml square theta double dot into. Then dou L by dou theta എന്നുള്ളത് minus mgl sin theta എന്ന് കിട്ടും. Then Lagrangian differential Lagrangian differential equation is d by dt of dou L by dou theta dot minus dou L by dou theta, which is equal to 0. ഈ ഫസ്റ്റ് പാർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ml square theta dot minus of minus mgl sin theta equal to 0. ഇവിടെയാണ് എന്തെടുക്കേണ്ടത്? ഫോർ സ്മോൾ ആംഗിൾ sin theta approximately equal to theta. For small angle sin theta approximately equal to theta. Then ml square theta double dot plus mgl theta equal to 0. ഈ ml സ്ക്വയറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ml സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യണം. Then theta double dot plus mgl by ml square theta equal to 0. എമ്മും എമ്മും കട്ട് ചെയ്ത് കളയാം, എല്ലും കട്ട് ചെയ്ത് കളയാം. ദാറ്റ് ഈസ് theta double dot plus g by l theta equal to 0. Comparing with the differential equation of simple harmonic oscillator. Comparing with the differential equation of simple harmonic oscillator. Differential equation of simple harmonic oscillator and the x double dot y double dot sorry y double dot plus omega square y equal to 0. അതെ, കുറച്ചു മുമ്പ് എഴുതിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ഒരു തെറ്റുണ്ട്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വൈ ആണ്. ഒമേഗ സ്ക്വയർ വൈ ഈക്വൽ ടു 0. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വൈ ഈക്വൽ ടു 0. അതേപോലെ y ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ സ്ക്വയർ y ഈക്വൽ ടു 0. Then omega square equal to g by l, omega equal to root g by l. ഇതാണ് ആൻസർ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആ അപ്രോക്സിമേഷൻ കൊടുക്കാവുള്ളൂ കേട്ടോ. ഡിഫറൻഷിയേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ്. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ഫൈൻഡ് the Lagrangian equation of motion
for spring pendulum. For spring pendulum. In terms of r and theta രണ്ട് എഴുതണം, രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. ഓക്കെ, സ്പ്രിംഗ് പെൻഡിൽ എങ്ങനെയാ? ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ലെങ്ത് L, സ്പ്രിങ്ങിന്റെ കോൺസ്റ്റന്റ് K. At some arbitrary point, at some arbitrary time, ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കുക. ഇത് L പ്ലസ് R. then x എഴുതുക, y എഴുതുക, ഇത് തീറ്റ ആണെന്ന് വിചാരിക്കുക. സ്പ്രിംഗ് കോൺസ്റ്റന്റ് K. x എഴുതുക, y എഴുതുക ചെയ്യുക. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കൈനറ്റിക് എനർജി എഴുതുന്ന പ്രശ്നമൊന്നുമില്ല, T നിങ്ങൾക്ക് എഴുതാം. ഇവിടെ വേരിയബിൾ ആയിട്ട് R കൊണ്ട് തീറ്റ ഉണ്ട്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പൊട്ടൻഷ്യൽ എനർജി എഴുതുമ്പോൾ നിങ്ങൾക്ക് രണ്ട് പൊട്ടൻഷ്യൽ എനർജി വരും, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയും എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പൊസിഷന്റെ ഫാക്ടർ ആണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു റെഫറൻസ് പോയിന്റ് എടുക്കാം, അത് കഴിഞ്ഞിട്ട് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെഫറൻസ് പോയിന്റ് എടുക്കാം കേട്ടോ. എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ നമ്മൾ എഴുതിയിരുന്നു. എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് kx² എന്നാണ് എഴുതിയത്. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി എഴുതിയ സമയത്ത് ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത ലെങ്ത് ആണ്, ഈ സ്പ്രിങ് എക്സ്റ്റെൻഡ് ചെയ്ത ലെങ്ത് ആണ് എക്സ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ ഫിഗറിൽ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, സ്പ്രിങ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് R എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ എലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് kr² ആണ്. അത്ര ഇവിടെ ഉള്ളൂ. നിങ്ങൾക്കിത് ബാക്കി തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് കൂടെ തരാം. ഇതിന് ഒന്നല്ലെങ്കിൽ സ്പേസ് ഇടുക, അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതിയാലും മതി. ഒരു പ്രോബ്ലം അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, y x. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? y x തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്, y ഈക്വൽ ടു bx². ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഫൈൻഡ് ദ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ x. ഫൈൻഡ് ദ Lagrangian equation of motion in x. ഓക്കെ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ഞാൻ പറഞ്ഞല്ലോ, ആസ് എ ഫങ്ഷൻ ഓഫ് പൊസിഷൻ ആണ്. ഇവിടെ അല്ലെങ്കിൽ ഒരു ഹൈറ്റ്, ഇവിടെ ബോഡി ഇരിക്കുന്ന പോയിന്റ് ഇത് ഇങ്ങനെ ഏതെങ്കിലും ഒരു പൊസിഷൻ ആയിരിക്കുമല്ലോ. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ mgy ആണ്.
ഈ y ആണ് ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ yക്ക് ഇവിടെ റിലേഷൻ ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു mg(b)x² എന്ന് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാധാരണ പൊട്ടൻഷ്യൽ എനർജി എടുക്കുന്നത് നമുക്ക് mgh ആണ്. ഇവിടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ y ആക്സിസ് ആണ്. therefore mgy എന്ന് എഴുതാം. yക്ക് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം mg(b)x². ഇതിന്റെ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ x നിങ്ങൾ ചെയ്യണം. ഇത് രണ്ട് ഹോംവർക്ക്. ഓക്കെ, നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. ഇത് മതി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം.